അച്ഛൻ എന്താ അച്ഛൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? ഓ, ഒരബദ്ധം പറ്റി. പിന്നെ അതൊരു പുതിയ കാര്യമല്ലല്ലോ, എപ്പോഴും ഉള്ളതല്ലേ. കളിച്ചു. അച്ഛൻ പറ കേൾക്കാൻ നമ്മളുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചോണ്ട് തന്നില്ലേ? ഈ സ്ഥലം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് കുറച്ച് അതിന്റെ കമ്മീഷൻ കിട്ടിയത് വെച്ചോണ്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിച്ചോണ്ട് തന്നില്ലേ? എനിക്കൊരു വാച്ച് മേടിച്ചെന്ന്. എനിക്ക് 2 ജോഡി ചുരിദാർ മേടിച്ചെന്നായിരുന്നു. എനിക്ക് തിന്നാൻ കുറെ സാധനവും പ്ലസ് ഒരു RC കാറും. ആ, ഇപ്പൊ ആ പൈസ മുഴുവൻ കൂടെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ അവർ ഇവിടെ കയറുമെന്ന് എന്നെ തല്ലുവെന്ന്. ആ അയ്യോ, അച്ഛൻ അഡ്വാൻസ് കിട്ടിയ പൈസ എന്തിനാ തിരിച്ചു കൊടുക്കണേ? എടീ, ഇത് അങ്ങനല്ല. അത് 2 പേരുടെ പേരിലായിരുന്നു ആ സ്ഥലം. അതിപ്പോ അവര് തമ്മിൽ പിണക്കി അത് കേസായി. ഞാൻ പൈസ തിരിച്ചു കൊടുത്തില്ല, എന്നെ വന്ന് തല്ലുവെന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കണം. അല്ലാതെ അല്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ മുങ്ങിക്കോ. അച്ഛൻ എവിടേക്കും മുങ്ങണ്ട. നമ്മള് അഭിമാനത്തോടെ ആ പൈസ തിരിച്ചു കൊടുക്കും. കറക്റ്റ്, അടിപൊളി. എന്റെ 500 രൂപയുണ്ട്. ഇനി ഒരു 19,500 രൂപ നിങ്ങൾ ഒപ്പിച്ചു തരാന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാം. നമുക്ക് കളിക്കാം. അല്ല, ഞങ്ങളെ എവിടെ നിന്ന് ഒപ്പിച്ചരാനാ? നീ മറ്റേ ബ്ലോഗോ യൂട്യൂബോ ഒക്കെ ചെയ്യുന്നല്ലേ, അവിടുന്ന് പൈസ ഒന്നും കിട്ടുന്നില്ലേ? എന്റെ പൊന്നച്ഛ, ആകപ്പാടെ 100 വ്യൂസാ കിട്ടുന്നത്. അതിനൊക്കെ എവിടുന്നാ പൈസ കിട്ടുന്ന യൂട്യൂബിൽ നിന്നൊക്കെ? നിന്നേക്കാളും ഭേദം എന്തായാലും ഹോട്ടൽ മാനേജ്മെന്റ് മേടിച്ചിട്ട് ഇവിടെ ചൊറി കുത്തിരിക്കുക. ഹലോ, നിങ്ങളൊന്ന് നിർത്തുവോ? നിങ്ങൾ ആദ്യം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാ, എന്നിട്ട് പഴക്കെടു. ഞങ്ങൾ എന്ത് സൊല്യൂഷൻ പറയാനാ? അമ്മയാണെങ്കിൽ അച്ഛമ്മയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയി ചോദിക്കാം. അതിനും ഭേദം ഇവൻ പറഞ്ഞ പോലെ നാട് വിട്ടു പോകുന്നു. അച്ഛൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്ക്. അമ്മയുടെ മറ്റേ ചിട്ടിയുടെ പിരിച്ച കാശിരിപ്പുണ്ട്, ഞാൻ കണ്ടതാ. അയ്യോ, അതിനും ഭേദം വല്ല ബാങ്കും കൊള്ളടിക്കാൻ പോകുന്നതാ. ഇവിടെ സന്താനമായി പോയി. അച്ഛാ, അതൊരു നല്ല ഐഡിയ. ഏത് ബാങ്ക് കൊള്ളടിക്കുന്ന കാര്യം? നമുക്ക് വീട് കൊള്ളടിക്കാലോ. മൂത്ത സന്താനമായി പോയി അല്ലേ അച്ഛാ? അച്ഛന് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. പക്ഷെ നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ല, അല്ലാണ്ട് വല്ലവന്റെ വീട്ടിലൊന്നും അല്ലല്ലോ. ഇത് മോഷണമായിട്ടൊന്നും കൂട്ടണ്ട. അച്ഛൻ പോയി ധൈര്യമായിട്ട് മോഷ്ടിക്കും. പിന്നെ നമുക്കൊരു കൈ നോക്കാം അല്ലേ? മോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തലവണ കേസാ. അയ്യോ, എന്നാ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? അച്ഛൻ ഇവൻ പലതും പറയാൻ മിണ്ടായിരിക്കണാടാ. അച്ഛനെ ചുമ്മാ പേടിപ്പിക്കണം. അച്ഛൻ ധൈര്യമായിട്ട്. അച്ഛാ, അമ്മ പൈസ വെക്കണത് പല പല സ്ഥലങ്ങളിലായിട്ടാ. ആ ശരിയാ. കുറച്ച് പൈസ ഷെൽഫിലാണെങ്കിൽ ബാക്കി പൈസ ചിലപ്പോ കിച്ചണിലായിരിക്കും കൊണ്ടുപോയി വെക്കുന്നത്. എന്താ അങ്ങനെ? അത് ഏതെങ്കിലും ഒരു കള്ളൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ടേ മോഷ്ടിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞേടി? പിന്നെ അച്ഛന് എളുപ്പ വഴിക്ക് കയറാൻ വേണ്ടി അടുക്കളയുടെ വാതിൽ ഞങ്ങൾ വേണമെങ്കിൽ തുറന്നിട്ടേക്കാം. എടി, എന്നാലും ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം അച്ഛാ? എടി, രാത്രി എങ്ങനെ നിന്റെ അമ്മ എഴുന്നേറ്റ് ബെഡിൽ നോക്കുമ്പോ എന്നെ അവിടെ കണ്ടില്ലെങ്കിലേ അവള് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇതിപ്പോ എത്ര വലിയ പ്രശ്നമാണോ? അച്ഛൻ വല്ല പാലക്കാടോ കോഴിക്കോടോ എന്തെങ്കിലും സ്ഥല കച്ചവടത്തിന് പോയതാന്ന് പറയാം. അതാ ഐഡിയ. ആ, എന്നാ അച്ഛൻ ഇപ്പൊ തന്നെ ഇറങ്ങിക്ക്, ഒട്ടും സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞോളൂ അച്ഛൻ പാലക്കാട് പോയെന്ന്. ഉറപ്പല്ലേ? എന്നാ മക്കൾ പറഞ്ഞോ, അച്ഛൻ പാലക്കാടോ കോഴിക്കോടോ? എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ അമ്മ വന്ന് ചേച്ചിയോട് ചോദിച്ചു അച്ഛൻ എവിടെ പോയെന്ന്. ചേച്ചി പാലക്കാട് പറഞ്ഞു. ഇനിയിപ്പൊ അതറിയാതെ ഇനി ചേച്ചിയോട് വന്ന് ചോദിച്ചു, അപ്പൊ ചേച്ചി കോഴിക്കോട് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പാലക്കാട് എന്ന് പറഞ്ഞ പോരെ? പാലക്കാട്. അപ്പൊ ഞാനും പാലക്കാട്. ബാക്കി കളിച്ചാലോ? ബാക്കി കള്ളം കേറിണ്ടാവാ. കള്ളനല്ല അച്ഛൻ.
അടുക്കളയിൽ നിന്നാണല്ലോ ശബ്ദം കേട്ട. പൂച്ച അങ്ങനെ ആയിരിക്കും. പേടിച്ചോയിലോടി. അവിടെ അവിടെ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു മക്കളെ. ശബ്ദവും ഞങ്ങളൊന്നും കേട്ടില്ല. കണ്ടോ ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ കേട്ടി. കള്ളമല്ല അടുത്തോട്ട് പോയോടി മക്കളെ. ഇല്ല അമ്മ, അതിനു മുമ്പിലേ ഞാൻ കേറി പിടിച്ചു. പിന്നെ അത് മാത്രല്ല, അവൻ തമിഴിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മ അതുവരെ കുറുവാസംകാരിക്കും. അതൊന്നല്ല, അവൻ ഒറ്റക്കേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും പുറത്തുണ്ടെങ്കിലോ? മക്കളെ, എനിക്കുണ്ടല്ലോ അവനെ കേറി പിടിച്ച സമയത്ത് നിങ്ങളുടെ അച്ഛന്റെ ശരീരം പോലെയാ തോന്നിയത്. സത്യമായിട്ടും അമ്മ, അത് ഒരുപോലെയുള്ള എന്തോരം പേരുണ്ടാവും, ശരീരം ഒരുപോലെ ഉണ്ടാവും. ഒരാതെ അച്ഛൻ മറ്റേ കോഴിക്കോട് അല്ല പാലക്കാട് പോയേക്കുവാ സ്ഥല കച്ചവടത്തിന്. പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. പിന്നല്ലാതെ അടുക്കള വാതിലെങ്ങനെ കുത്തി തുറന്ന് കള്ളനകത്ത് കയറി. അമ്മ ചിലപ്പോ കുത്തിയിടാൻ മറന്നിട്ടുണ്ടാവും അതിലൊക്കെ. നീ എന്ത് വർത്താനം പറഞ്ഞത്? ഞാൻ കുറ്റിയെല്ലാം വിട്ടിട്ട് പോയി കിടന്നതല്ലേ. മറന്നിട്ടുണ്ടാവും അമ്മ, പ്രായത്തിന്റെ. പോട്ടെ, നിങ്ങൾ ആ വാതിലടച്ചിട്ട് വാ, നമുക്ക് പോയി കിടക്കാം. ഞാൻ ആ വാതിലടിക്കാം. അയ്യോ അയ്യോ